പാപ്പ വന്നാൽ ഞങ്ങള് വാപ്പ അറിഞ്ഞു വന്നാലും ആദ്യത്തെ വാപ്പാന്ന് അംഗീകരിച്ച ഒരിക്കലും വന്നാ പെരി കേറ്റൂല. കജ്ജുകാലി അടിച്ചാണ് മൂലക്കടു. കാരണം എന്താ അറിയോ, ചെറുപ്പത്തിൽ അന്ന് എനിക്കത് അറിയില്ലേനി. അന്ന് അടിച്ചാലും കരയാനല്ലേ അറിയുള്ളൂ. ഇന്നൊക്കെ ആണെങ്കിൽ നന്നാക്കി രണ്ട് കൊടുത്തിട്ട് വേദന ഉണ്ടോന്ന് ചോദിച്ചാൽ രണ്ടാൾ കൊടുത്തിട്ട് പോരും ഞാൻ. അതെ അതാണ് പ്രതികാരം അല്ലേ? ആ സ്ത്രീ പറഞ്ഞു കണ്ടെങ്കില് അടിയുടെ വേദന ഞാനും മനസ്സിലാക്കി കൊടുക്കും. ഇപ്പൊ കയറി വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ ഈ സ്ത്രീയെ വളരെ നന്നായിട്ട് പീഡനം ചെയ്തിട്ടുണ്ടായിരിക്കും, ക്രൂരമായിട്ട് അടിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് ആ സ്ത്രീ പറയുന്നത് മക്കളെ തണലിലാണ്, മക്കളെ ബലത്തിലാണ്. അവർ പറയുന്നുണ്ടല്ലേ, വാപ്പ കയറി വന്നിട്ടുണ്ടെങ്കിൽ കാലടിച്ചു മുറിക്കുന്നുള്ളതാണ്. സപ്പോർട്ടാണ്. കാരണം എല്ലാ കേസിലും അല്ല പറഞ്ഞത്, ഇത്തരം കേസിലുള്ളത് മക്കളെ ഉണ്ടാക്കിയാൽ പോരാ, മക്കളെ വളർത്തണം, അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും സംരക്ഷണവും പാർപ്പിടവും എല്ലാം വസ്ത്രം എല്ലാം നൽകണം. എങ്കിൽ മാത്രമേ ബാപ്പ എന്നുള്ള പദം ആ അലങ്കരിക്കാൻ പൂർണ്ണതയിലെത്തുള്ളൂ അല്ലേ? അത് പലരും പറഞ്ഞു എന്ത്, നിങ്ങളെ ആ സ്ത്രീയുടെ വായ അത്രയും എന്ത് സംസാരമാണ്, അതുകൊണ്ട് ഇട്ടെറിഞ്ഞ് പോയതായിരിക്കും എന്നുള്ളത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു പുരുഷൻക്ക് ഒരു പെണ്ണിനെ ഇട്ടെറിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റീസമാണോ? പുരുഷൻ ഒന്നിൽ തൃപ്തനല്ല എന്നറിയാലോ. ഭംഗിയുള്ള പൂന്തോട്ടം കാണുമ്പോൾ അയാൾ പോയിട്ടുണ്ടായിരിക്കും, അതായിരിക്കാം ഒരു പക്ഷേ. എങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ സ്ത്രീ ചെയ്യാത്ത ജോലികളില്ല. ചോര നീരാക്കിയിട്ട് ആ മക്കളെ വളർത്തി വലുതാക്കി. സാരിത്തുമ്പിൽ തൂങ്ങിയത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. എല്ലാ മക്കളും സ്വന്തം ബാപ്പാനെ ബാപ്പ എന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് ബാപ്പ എന്ന് വിളിക്കാൻ ഒരു മനുഷ്യനില്ല. സ്വന്തം ഉമ്മയും ബാപ്പയും ഒക്കെ ഈ ഒരു സ്ത്രീ തന്നെയുള്ളത്. അവർക്ക് ഒരിക്കലും ബാപ്പാന്റെ കുറ്റം പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ആ ത്യാഗം, ആ സ്ത്രീ എടുത്തിട്ടുള്ള ത്യാഗം, ബുദ്ധിമുട്ടും മക്കളെ വളർത്തിയതൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ആവശ്യമില്ല വാപ്പ എന്നുള്ളത്. ഞാൻ ഈ സ്ത്രീനെ ഒരിക്കലും, ഈ കുടുംബത്തിന് ഒരിക്കലും കുറ്റം പറയില്ല. അവരങ്ങനെ വാപ്പാനെ എതിർക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട്. വീഡിയോ കാണുന്ന ബാപ്പ എവിടെയെങ്കിലും ഇരുന്നിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സൈഡ് കേൾക്കാൻ താല്പര്യമുണ്ട്, സാമ്പത്തികമായിട്ട് മോശമാണെങ്കിൽ 1000 രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്തുതരാം. നിങ്ങൾ വന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പറയും എന്താണ് ഇട്ടേച്ച് പോകാനുള്ള കാരണം എന്നുള്ളത്. ഓക്കെ, ഞാനൊക്കെ ചെക്കന്മാരെ പള്ളു.